രണ്ട് ബോട്ട് ഒന്ന് പോയിട്ട് നമ്മുടെ പ്രസിഡന്റിനെ കാണാനല്ല. അതേന്നേ, ഇയാളിത് ഇവിടെ പോയി കിടക്ക. ഇതെന്താ ഇവിടെ എല്ലാരും കൂടെ എവിടെയെങ്കിലും യാത്ര പോവാണ്? താൻ എവിടുത്തെ നാട്ടുകാരനാടോ? ഇവിടെ നടക്കണമെന്ന് താൻ അറിയുന്നില്ലേ? എടോ, ഇത്തവണത്തെ ഓണാഘോഷത്തിന് മമ്മൂട്ടിയെ ക്ഷണിക്കാനായിട്ടേ പ്രസിഡന്റ് ഫസ്റ്റ് ബോട്ടിന് പോയതല്ലേ. മമ്മൂട്ടിയാ? പിന്നെ മമ്മൂട്ടിയൊക്കെ നമ്മുടെ ഈ ചുക്കില് വരുമോ? മമ്മൂട്ടി വന്നില്ലെങ്കിൽ മോഹൻലാലിനെ കൊണ്ടുവരും. അതല്ലേ നമ്മുടെ പ്രസിഡന്റ്. ഞാൻ പ്രത്യേകം ഒരു കാര്യം പറയാം. മമ്മൂട്ടി വന്നാലും ശരി, മോഹൻലാൽ വന്നാലും ശരി, ഈ ഓണാഘോഷത്തിന് പാഷാണ ഷാജി അടുപ്പിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ എല്ലാ ഓണത്തിനും വിഷ്ണുവിനും റഹ്മാനും അവൻ കൃത്യമായിട്ട് വന്നാലും ഉണ്ടാക്കും. അല്ല, ഈ ഓണം എനിക്ക് മനസ്സിലായി. ആരാണാവോ വിഷ്ണു റഹ്മാൻ? അറിയാലോ, വിഷുവും റംസാനും. അതാണ് പുള്ളി ഉദ്ദേശിച്ചത്. അത് പ്രസിഡന്റ് പ്രത്യേകം വാശിയില്ല. പാഷാണ ഷാജിനെ ഒഴിവാക്കിയിട്ട് ഇപ്രാവശ്യം ഓണാഘോഷിക്കുന്നു. അത് നമ്മളെല്ലാം സമ്മതിച്ചതല്ലേ? അതെ, നമ്മൾ ഈ പാഷാണ ഷാജിനെ എങ്ങനെ കണ്ടുപിടിക്കും? ഓ, ഞങ്ങൾ ഷാജിയെ കാണല്ലേ കാണാൻ നടക്കുമ്പോൾ താൻ കാണാൻ നടക്കുന്നു. ഹായ്, നമുക്കൊരു കാര്യം ചെയ്താല, ഈ ഷാജിനെ ഒരു ചാക്കിന്റെ അകത്ത് കെട്ടിക്കൊണ്ടുപോയി കളഞ്ഞാല. ചാക്കി കെട്ടുകളെ ഷാജി എന്താ പൂച്ച വെട്ടി വല്ലതാണോ? ഒന്ന് പോടാ കൊടുത്തു. പാഷാണ ഷാജി ഒഴിവാക്കാൻ ഞാനൊരു ഐഡിയ പറയാം. എന്താണാവോ? എല്ലാ വർഷവും ചിങ്ങമാസത്തില് ഓണം ഉണ്ടെന്നും നമ്മുടെ ഈ ചുക്കില് ഓണാഘോഷം ഉണ്ടായിരിക്കുമെന്നും പാഷാണ ഷാജിക്ക് അതവനറിയാം. അവനത് കൃത്യമായിട്ട് അത് കൊളവാക്കുകയും ചെയ്യും. കൊളവാക്കും. നമ്മുടെ ഈ ഓണാഘോഷത്തിൽ നിന്ന് പാഷാണം ഷാജിയെ ഒഴിവാക്കാൻ ഒരേ ഒരു ഐഡിയേ ഉള്ളൂ. എന്താണാവോ ഐഡിയ? നമ്മുടെ ഇപ്രാവശ്യത്തെ ഓണം വരുന്ന ക്രിസ്മസിന് ആഘോഷിച്ചാലോ? ഒരു ചാക്ക് കിട്ടും. പിന്നെന്താ, ഞാൻ തരാം. എന്തിനാണാവോ? ഒരു ചുക്കിനും ചുണ്ണാമിനും കൊള്ളാൻ നിന്നെ കെട്ടി കായലെറിയാൻ. നിർത്തിക്കേ. അപ്പൊ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഇത്തവണത്തെ ഓണം പാഷാണം ഷാജി ഇല്ലാത്ത ഓണം. ഹലോ, എടി പുഷ്പലതേ, നീ നമ്പറിൽ വിളിച്ചേക്കണ. എന്റെ പെണ്ണും പിള്ളാരുടെ ഭയങ്കര പ്രശ്നമെന്ന്. ഇത് തോൽസിമാടി രണ്ടെണ്ണുള്ളത്. നീ മറ്റേല് വിളിക്ക, ഇതിൽ വിളിക്കല്ലേ? അറിയാൻ പാടില്ലേ? തെങ്ങുകയറ്റക്കാരൻ മോഹനൻ. നീ പേനെടുക്ക. മോഹനാ, നീ തെങ്ങേ കയറി കയറി പെൺപിള്ളേരുടെ വാട്സപ്പിലും കയറി തുടങ്ങിയ. ശരിയാക്കി തരാട്ടാ. 80 89 75 77 07. ഒരു മേങ്കുടി തന്നിട്ട് കട്ടായല്ല. എടാ മോഹനാ, ഇനി അവളെ എപ്പോഴാണ് അവ വിളിക്കുന്നത്? നീ ഇന്ന് വൈകുന്നേരം വരെ ഈ ഒറ്റ തെങ്ങേ തന്നെ കയറേണ്ടി വരും. പുഷ്പലതേ, പുഷ്പലതായിരിക്കും. തേങ്ങാക്കൊല കട്ടായല്ല. അയ്യടാ, മാങ്ങാത്തൊലി പിന്നെയും കട്ടായല്ല. പുഷ്. ദൈവമേ, ഇത് കാണാൻ വേറെ ആരുമില്ലല്ലോ ഇവിടെ. പുഷ് 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 പുഷ്. ഇതവളാണ് പുഷ്പലത. ഞാൻ എത്തി. ഇതൊന്ന് ചാക കൊടുക്കണം. കട്ടായി. വിടൂലടി പുഷ്പേ. എന്റെ ഷാജി, ഞാൻ നിന്നെ അന്വേഷിച്ചെടുക്കായിരുന്നു. എന്നെ അന്വേഷിച്ച് നടക്കണെന്നാ? സൈക്കിളും ചവിട്ടി വന്നെ നീയാ? നിന്റെ തമാശകളി വേണ്ടിട്ടാ. എന്താണ് കാര്യം? എന്താണെന്ന്? എടാ, ഇന്നലെ നമ്മുടെ വായനശാലയുടെ മീറ്റിംഗ് ആയിരുന്നു ഇത്തവണത്തെ ഓണാഘോഷത്തെ കുറിച്ച്. എന്നിട്ട് എന്നെ വിളിച്ചില്ലല്ലോ? നിന്നെ വിളിച്ചില്ലെന്നല്ല, നിന്നെ ഒഴിവാക്കാനാണ് അവര് പ്ലാൻ ചെയ്തേക്കണത്. അപ്പൊ നീ ഉണ്ടാവില്ല. എന്നെന്തിനാ ഒഴിവാക്കണത്? ഞാനില്ല, പിന്നെ നീ എങ്ങനെ ഉണ്ടാവണത്? അത് ശരിയാണല്ലോ. ഇതിനൊക്കെ കാരണം ആ പഞ്ചായത്ത് പ്രസിഡന്റ് ആണോ? അയാൾക്കിട്ട് പണ്ട് ഞാനൊരു പണി കൊടുത്തായിരുന്നു. അയാളുടെ വീടിന്റെ വാതിക്ക് ടാറിയാൻ വന്ന ഒരു ഹിന്ദിക്കാരന്റെ ഒപ്പേ അയാളുടെ ഇളയ മോളെ ഞാൻ പറഞ്ഞു വിട്ടു. ഇതൊക്കെ നിസ്സാര കാര്യമല്ലേ? അതിനൊക്കെ നമ്മളോട് ഇങ്ങനെ കാണിക്കുന്നത് മഹാ ബോറാട്ടാ. ഇനിയിപ്പോ എന്തിയോടമ്മ? എടാ, നമ്മള് രണ്ടുപേരും ഇല്ലാതെ ഈ ചുക്കില് ഓണോന്നല്ല ഒരു ചുക്കും നടക്കാൻ പോണില്ല. അത്രേ ഉള്ളൂ. നീ സൈക്കിൾ എടുക്കടാ. എന്താടാ? പഞ്ചറായിന്ന്. തള്ളിക്കോ, പെട്ടെന്ന് കൊണ്ട് ഒട്ടിക്കാം. തള്ളടാ, പെട്ടെന്ന് കൊണ്ട് ഒട്ടിക്കാന്ന്. അവിടെ വെക്ക് വെക്ക്. ചേട്ടാ, ലോ ഒന്ന് പഞ്ചർ ഒട്ടിക്കണമല്ല.
ഇയാൾക്ക് എന്താ ചെവിയേക്കേല് ചേട്ടാ ഈ സൈക്കിളൊന്ന് പഞ്ചറോട്ടിക്കണമെന്ന്. പൊളിച്ച് കീറണ്ട, എനിക്ക് ചെവിയേക്കാം. ഓ ചേട്ടാ ഒന്ന് പഞ്ചറോട്ടിച്ച ചേട്ടാ. എടോ ഞാൻ ഒരു പണി ചെയ്തോണ്ടിരിക്കണ കണ്ടില്ലേ? ഇത്രയും പണി തീർത്തതിന് ശേഷം നിങ്ങളുടെ സൈക്കിള് പഞ്ചറോട്ടി തരാൻ പറ്റൂ? അല്ല ഇച്ചിരി അത്യാവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാ. എടാ നീ എന്നോട് മിണ്ടല്ലേ, പോടുന്നു. അതെ അവന്റെ സൈക്കിളല്ല, എന്റെ സൈക്കിളാണ്. ആരുടെ സൈക്കിളാണല്ലോ എനിക്കെന്തുവാ? എന്റെ പണി കഴിഞ്ഞാൽ എനിക്ക് പറ്റൂ. ഇവന് ഭയങ്കര മൊടയാണല്ലോടാ. എങ്ങനെ മുടയാവാതിരിക്കും അറിയില്ല പുള്ളിന്. എടാ ഓൾ കേരള മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ പ്രസിഡന്റാ പുള്ളി. പേരെന്താന്നറിയാമോ? സോഹൻലാൽ. പുള്ളി വെച്ചേക്കണ ഫ്ലെക്സ് ആണത്. ഓൾ കേരള മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ ചുക്ക്. എന്താടാ? വാ. എന്താടാ? ആ മോഹൻലാൽ ഫ്ലെക്സിന്ന് ഇറങ്ങി വന്നെ കാണണ. എങ്ങനെ? അതൊക്കെ ഞാൻ ചെയ്തോളാം, നീ ചിരിച്ചാ മതി. ഞാൻ ചിരിച്ചാവുന്നു. എന്നാ വാങ്ങ. കറക്റ്റ് മോഹൻലാലാട്ടാ. ഏയ് നീ ഒന്ന് പോടാന്ന്, അവന് മോഹൻലാലിന്റെ ലുക്കൊന്നുമില്ല. നീ ഒന്നും ഉണ്ടായിരുന്നേ. കീറി നോക്കിയേ, കൂഞ്ഞി പിടിച്ച കീറിയുണ്ട. കറക്റ്റ് മോഹൻലാല്. ശരിയാണ്ടാ, ഇപ്പൊ ഏതാണ്ട് ലുക്കൊക്കെ ഉണ്ട്. ഏതാണ്ടൊക്കെ എല്ലാം ഉണ്ട്. സാധനം മെഴുകി തുടങ്ങിയിട്ടുണ്ട്. ഡോ, കണ്ട ഇപ്പൊക്കെയാണ്. ഇത് മോഹൻലാലല്ലെന്ന് ആരും പറയല. ആ ഫ്ലെക്സിൽ ഇരിക്കുന്ന പോലെ തന്നെ, അത് ബൈക്കിൽ, ഇത് സൈക്കിള്, രണ്ടും മോഹൻലാല് തന്നെ. പക്ഷെ കൈ ഒന്ന് പൊക്കണല്ലേ? പണ്ട കൈ പൊക്കിയടാ. ഇനി നമ്മുടെ നാട്ടിലൊരു മോഹൻലാലായി. ഇതെങ്ങനെ വാർത്തെടുക്കേണ്ടത്? പക്ഷെ മോഹൻലാലാകുമ്പോ ഒറ്റ കറക്കോ കറങ്ങും പെട്ടെന്ന്. അടിപൊളി. ഏത് മോഹൻലാലാ സൈക്കിളുടെ പണിയെടുക്കണത്? അത് ശരിയാണ്. ഒറ്റ മോഹൻലാലും സൈക്കിളുടെ പണിയെടുക്കില്ല. അതിന്റെ ആവശ്യമില്ല അവർക്ക്. കളഞ്ഞടാ. അത് ഏത് മോഹൻലാലും അങ്ങനെ തന്നെയാണ്. ഓ സംഭവം ഉണ്ടാ. മോഹൻലാൽ ഓടണ പോലെ കാണിക്കും, ഓടൂല, ദൂരത്തേക്ക് പോണ പോലെ. ഈടെ തല കുത്തിമറിയണ്ട. അയ്യോടാ പാവം. നിന്റെ കുഞ്ഞമ്മയുടെ മോനൊന്നും അല്ല, അവിടെ കിടന്ന് മെഴുകട്ടറ. ആ ആ ഒരു പ്രാവശ്യം കൂടി മറി. അതേ കറക്റ്റ്. ഇവരെത്രക്ക് പൊട്ടനാടാ. പിന്നെ ലാലേട്ടനെ സ്വീകരിക്കണ്ടേ? വാ. ഞാനും എന്റെ കോപ്രായം കണ്ട ചിരിക്കട്ടെ. എവിടെ പോയിക്കരുത്? എന്റെ കൂളിംഗ് ഗ്ലാസ് എടുക്കാൻ, എന്റെ പുതിയ റൈബാൻ ഗ്ലാസ്. ഏതവനെ തല്ലി പൊട്ടിച്ച് അവന്റെ കാല് ഞാൻ വെട്ടിയെടുക്കും. അങ്ങനെയൊക്കെ ചെയ്യുവോ? പഞ്ചർ മോഹൻലാലെ പഞ്ചറൊട്ടിച്ചില്ല. സോഹൻലാലല്ല, മോഹൻലാൽ. ഇഷ്ടപ്പെട്ടവരെന്നെ ലാലേട്ടൻ എന്ന് വിളിക്കും. ഇവനൊക്കെ എങ്ങനെയാണ് ലാലേട്ടാന്ന് വിളിക്കണത്? ലാലേട്ടൻ കണ്ടാലില്ല കൊല്ല. രായപ്പ ഇപ്പൊ എങ്ങനെയുണ്ട്? നീ ഒരുത്തൻ കാരണമാണ് ഇനി അവനത് പഞ്ചറൊട്ടിച്ച് തരുമെന്ന് തോന്നണ്ട. പഞ്ചറൊട്ടിച്ചില്ലെങ്കിൽ എന്താ? നമ്മുടെ നാട്ടിലൊരു മോഹൻലാലെ കിട്ടിയില്ലേ? ദേ നോക്കിയേ, ഒരു കരിഞ്ഞ മോഹൻലാൽ.